ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് SBI അക്കൗണ്ട് ഉള്ളവർക്ക് ബാങ്കിൽ പോയി ക്യൂ നിൽക്കാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ പുതിയൊരു SBI ഡെബിറ്റ് കാർഡിന് അഥവാ ATM കാർഡിന് ഓൺലൈനായി അപ്ലൈ ചെയ്യാം എന്നാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും അതിൽ യോനോ SBI ആപ്പും ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ പുതിയ കാർഡിനായി റിക്വസ്റ്റ് അയക്കാനായിട്ട് സാധിക്കും. കാർഡ് നഷ്ടപ്പെട്ടവർക്കും കാലാവധി കഴിഞ്ഞവർക്കും ഇതുവരെ കാർഡ് ലഭിക്കാത്തവർക്കും ഈ ഒരു രീതിയിലൂടെ പുതിയ കാർഡ് സ്വന്തമാക്കാം. യോനോ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഡെബിറ്റ് കാർഡിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. കൂടാതെ അപ്ലൈ ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ കാർഡ് നിങ്ങളുടെ വീട്ടിലെത്തും എന്നും ഇതിൽ പറയുന്നു. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ SBI അക്കൗണ്ടിൻ്റെ പുതിയ ATM കാർഡിന് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യോനോ SBIയുടെ ആപ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നിങ്ങളുടെ MPIN നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടുന്ന് നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. തുടർന്ന് ഇവിടെ താഴെയായിട്ട് ഇതുപോലെ നമുക്കൊരു ഓപ്ഷൻ കാണാം, കാർഡ്സ് എന്നുള്ളത്. ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്, ഫോറക്സ് കാർഡ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അതിൽ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് നൽകാം. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് കാണാം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് കാർഡൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. തുടർന്ന് താഴെയായിട്ട് അപ്ലൈ ഫോർ എ ന്യൂ കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പുതിയൊരു കാർഡിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. സെലക്ട് യുവർ പ്രിഫേർഡ് കാർഡ് ടൈപ്പ് എന്നുള്ളതാണ്. അതിന് താഴെ നമ്മുടെ അക്കൗണ്ട് നമ്പർ നമുക്ക് കാണാം. അതിന് ലാസ്റ്റ് 4 ഡിജിറ്റ്സ് മാത്രമായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടൊക്കെ ഉള്ളവരാണ് എങ്കിൽ അവിടെ നിന്നും ഏത് അക്കൗണ്ടാണോ വേണ്ടത് എന്നുള്ളത് ആ ഒരു 4 അക്കം നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെ നമുക്ക് വിർച്വൽ കാർഡ്, ഫിസിക്കൽ കാർഡ് എന്നിങ്ങനെയുള്ള 2 ഓപ്ഷൻസ് കാണാം. നമ്മളിവിടെ ഫിസിക്കൽ കാർഡ് കിട്ടാൻ വേണ്ടിയാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ കാർഡ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അതല്ല, വിർച്വൽ കാർഡ് മാത്രം മതിയെങ്കിൽ, നമുക്ക് ഫോണിൽ കാണാവുന്ന ആ ഒരു കാർഡ് മാത്രം മതിയെങ്കിൽ വിർച്വൽ കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫിസിക്കൽ കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുടർന്ന് താഴെ നമുക്കിതുപോലെ കാർഡ് ടൈപ്പുകൾ ഡിസ്പ്ലേ ആയി വരുന്നതായിരിക്കും. ഓരോ കാർഡിന് വരുന്ന ഫീച്ചേഴ്സ്, അതിൻ്റെ ചാർജുകൾ എത്രയൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം അതിൽ നിന്നും ഏതാണ് കാർഡ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഗ്ലോബൽ ഡെബിറ്റ് കാർഡ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. തുടർന്ന് താഴെ നെക്സ്റ്റ് എന്നുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. റിവ്യൂ ആൻഡ് കൺഫേം ദി ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് നെയിം ഓൺ ഡെബിറ്റ് കാർഡ് എന്നുള്ളതാണ്. നമ്മുടെ കാർഡിൽ പ്രിൻറ്റ് ചെയ്യേണ്ട പേരാണ്. അത് അക്കൗണ്ട് ഹോൾഡറുടെ നെയിം അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ആ നെയിം ചേഞ്ച് ചെയ്യണം എന്നുള്ളവർക്ക് അവിടെ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു നെയിം എഡിറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് താഴെ സെലക്ട് പ്രിഫേർഡ് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. അതിൽ റൂപേ, വിസ, മാസ്റ്റർ കാർഡ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊരു ഓപ്ഷൻ ഏതാണോ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് നൽകുക. അപ്പോൾ ഞാനിവിടെ വിസ കാർഡാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വിസ എന്നുള്ള ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് വരുന്ന ഭാഗത്ത് കൺഫേം ഡെലിവറി അഡ്രസ്സ് എന്നുള്ളതാണ്. അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന പെർമനൻ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും നമുക്ക് അവിടെ കാണാവുന്നതാണ്. അതിൽ നിന്ന് ഏത് അഡ്രസ്സിലോട്ടാണോ നമ്മുടെ ഡെബിറ്റ് കാർഡ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇവിടെ താഴെയുള്ള ഈ ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ പ്രൊസീഡ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP കൺഫർമേഷൻ. തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് SMS വന്നിട്ടുണ്ട്. ആ ഒരു OTP കോഡ് ഈ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് സബ്മിറ്റ് എന്നുള്ള താഴെയുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP വെരിഫൈഡ്. കൺഗ്രാജുലേഷൻസ്, യുവർ ഗ്ലോബൽ ഡെബിറ്റ് കാർഡ് ഹാസ് ബീൻ പ്രോസസ്ഡ് ആൻഡ് വിൽ ബി ഡിസ്പാച്ച്ഡ് ഷോർട്ട്ലി. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ ഡെബിറ്റ് കാർഡ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഉടനെ ഡിസ്പാച്ച് ചെയ്യുമെന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ളത്. അതിന് താഴെയായിട്ട് നമ്മുടെ റെഫറൻസ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെഫറൻസ് നമ്പർ കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് യോനോ ആപ്പ് വഴി പുതിയ SBI ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 7 മുതൽ 14 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു അഡ്രസ്സിലേക്ക് സ്പീഡ് പോസ്റ്റ് വഴി പുതിയ കാർഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കാർഡ് ലഭിച്ചതിന് ശേഷം ATM പിന്ന് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതിനായി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
ഇതുപോലുള്ള ബാങ്കിംഗ് ഇൻഫർമേഷൻസും ഉപകാരപ്രദമായ അറിവുകളും ഇനിയും ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.